ഇന്നത്തെ റെസിപ്പി ഒരു തട്ടിക്കൂട്ട് റെസിപ്പി തന്നെയാണെന്ന് പറയാം. കിടിലൻ ടേസ്റ്റാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് കാണിക്കുന്നത്. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാനിവിടെ പാളയംകോടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ മൈസൂർ പഴം ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. ഒരു 3 പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കൊന്നും ചെയ്യരുത്. നമുക്ക് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കാം. ഇല്ല എങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി. ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കണം. നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്തിട്ട് ഞാനിതുപോലെ കൈ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഈ പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പഞ്ചസാര ഒരുപാട് അങ്ങ് ചേർക്കണ്ട, ആദ്യം ശകലം ചേർക്കുക. എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ കൈ വെച്ചിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് ഇതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചോറാണ്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഏതരിയുടെ ചോറായാലും ചേർത്ത് കൊടുക്കാം. ഞാൻ ശകലം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നതെന്ന്, അതുകൊണ്ട് ശകലം ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് നെയ്യാണ്. നമുക്ക് പിള്ളേർക്കൊക്കെ ഇത് കൊടുക്കുമ്പം കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ചേർത്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ചേർത്തിട്ട് കഴിക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കിടിലൻ ടേസ്റ്റാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. നെയ്യൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.